വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ചില പരീക്ഷകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഇനം ഏതാണ്, അതുപോലെ തന്നെ ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ്. ഇനി നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് ഗാദർ, ബങ്കർ, അങ്ങനെയൊക്കെ പറഞ്ഞ പല രീതിയിൽ മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ അന്താരാഷ്ട്ര മണ്ണ് വർഷം, മണ്ണിനെ കുറിച്ചുള്ള പഠനമല്ലേ. അപ്പൊ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് 2015 അപ്പൊ 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5. അപ്പൊ ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞേ? അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015, മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5, ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആദരിച്ചത് 2015. ഇനി മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ പെഡോളജി എന്ന് വിളിക്കുന്നു. മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം പെഡോളജിയാണ്. എന്നാൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് ആണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ പെഡോജെനിസിസ് എന്നും മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനെ പെഡോളജി എന്നും വിളിക്കുന്നു. ക്ലിയർ ആയോ? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താ? അപ്പോ പെഡോജെനിസിസ് ആണ്. മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താ? പെഡോളജിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ആൻഡ് സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? അറിയണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ആൻഡ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ആൻഡ് സയൻസിന്റെ ആസ്ഥാനം ഭോപ്പാലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ആൻഡ് സയൻസ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഭോപ്പാൽ, മധ്യപ്രദേശില്. അതുപോലെ സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കർണാലാണ്. കർണാൽ എവിടെയാണ്? ഹരിയാനയിലാണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ന്യൂഡൽഹി പറയും. അപ്പൊ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ആൻഡ് സയൻസ് ഭോപ്പാലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ ആൻഡ് സയൻസ് ഭോപ്പാലാണ്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാലിലാണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഓരോ മണ്ണിനും പലതും നമുക്ക് പഠിക്കാണ്ട്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, മരുഭൂമി മണ്ണ്, ക്ഷാരഗുണമുള്ള മണ്ണ്, അങ്ങനെ മണ്ണുകളെ നമുക്ക്, അതുപോലെ തന്നെ പീറ്റ് മണ്ണ്, അങ്ങനെ മണ്ണുകളെ നമുക്ക് പ്രധാനമായിട്ടും 8 തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ് അഥവാ അലുവയിൽ സോയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഇത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഗംഗ, അതുപോലെ തന്നെ സിന്ധു, അതുപോലെ ബ്രഹ്മപുത്ര തുടങ്ങിയ 3 ഹിമാലയൻ നദികൾ ഉണ്ടല്ലോ. ആ ഹിമാലയൻ നദികളുടെ നിക്ഷേപങ്ങളുടെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉയർന്ന ഫലഭൂയിഷ്ഠ ഫലപുഷ്ടിയുള്ള മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഉയർന്ന ഫലഭൂയിഷ്ഠത ഉള്ള മണ്ണാണ് ഏത്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്കൽ മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിനെ നമ്മൾ ഖാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ നമ്മൾ ബങ്കർ എന്നും വിളിക്കുന്നു. പഴയ എക്കൽ മണ്ണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബങ്കർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യയില് എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്,
മണ്ണ് അല്ലെ, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, മരുഭൂമി മണ്ണ്, ക്ഷാരഗുണമുള്ള മണ്ണ്, പിറ്റുമണ്ണ്, അങ്ങനെ പലതരത്തിലുള്ള മണ്ണുകളുണ്ട്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് നമ്മുടെ അലുവയിൽ സോയിൽ അഥവാ എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലത്തിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഗംഗാ, സിന്ധു, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ്. പുതിയ എക്കൽ മണ്ണിനെ ഗാദർ എന്നും പഴയ എക്കൽ മണ്ണിനെ ബങ്കർ എന്നുമാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താണ്? റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അതുപോലെ ചെർണോസം എന്നറിയപ്പെടുന്നത് ഏതാണ്? അപ്പൊ ചെർണോസം, റിഗർ മണ്ണ് എന്നീ അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? കറുത്ത മണ്ണാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും അതുപോലെ തന്നെ ലാവയുടെയും പ്രഭാവത്തിൽ കറുത്ത മണ്ണുണ്ടാകുന്നു. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിൽ ഉണ്ടാകുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം, ബസാൾട്ട് എന്ന് പറയുന്ന ശിലകളുണ്ട്. ആ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം ഉണ്ടായിട്ട് രൂപപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകളുടെ അപക്ഷയം മൂലമോ അതുപോലെ തന്നെ അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലൊക്കെ കറുത്ത മണ്ണ് രൂപപ്പെടുന്നു. ഈ കറുത്ത മണ്ണിൽ നമ്മൾ പ്രധാനമായിട്ടും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ജോവർ എന്നിവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈർപ്പത്തെ സംരക്ഷിച്ചു വെക്കാൻ കഴിവുള്ള മണ്ണാണ്. ഈർപ്പം സംരക്ഷിക്കാൻ കഴിവുള്ള മണ്ണാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ റിഗർ, ചെർണോസം എന്നറിയപ്പെടുന്നു കറുത്ത മണ്ണ്. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നു. കരിമ്പ്, ജോവർ എന്നിവ ധാരാളം കൃഷി ചെയ്യുന്നു. ഈർപ്പം സംരക്ഷിച്ചു വെക്കുന്നു. ഇനി അടുത്ത മണ്ണിന്റെ പേര് ചെമ്മണ്ണ് എന്നാണ്. ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്നൊക്കെ പറയും. മറ്റേത് ബ്ലാക്ക് സോയിൽ ആണല്ലോ കറുത്ത മണ്ണ് എന്ന് പറയുമ്പോൾ. അതിന്റെ ഈ പേരാട്ടോ ഓർക്കണ്ട, റിഗർ അഥവാ ചെർണോസം. ഇനി ചെമ്മണ്ണിന്റെ പ്രത്യേകത കായാന്തരിത ശില ട്ടോ. കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും, കായാന്തരിത ശില, പരൽ രൂപശില, ഇത് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. കായാന്തരിത ശിലയും പരൽ രൂപശിലയും പൊടിഞ്ഞുണ്ടാകുന്നു. ചെമ്മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ചുമന്ന നിറമില്ലേ? അതിന്റെ കാരണം എന്താണ്? അയേൺ ഓക്സൈഡ് ധാരാളം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അയേൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ഒരു ചുവന്ന നിറം നൽകാനുള്ള കാരണം. അതുപോലെ തന്നെ ഫലപുഷ്ടി ഇത്തിരി കുറവാണ്, ഫലഭൂയിഷ്ഠത കുറവുള്ളതാണ്. അത്ര ഫലഭൂയിഷ്ഠത ഉള്ള മണ്ണല്ല. അത് ഏറ്റവും കൂടുതൽ ഏതിലുള്ളത്? നമ്മുടെ എന്താ പറയാ, എക്കൽ മണ്ണിലാണ്. അപ്പൊ ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്തൊക്കെയാ കൃഷി ചെയ്യാൻ പറ്റുക? നെല്ല്, അതുപോലെ തന്നെ റാഗി, അതുപോലെ പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ കൃഷി ചെയ്യുന്നത് ഏതിലാണ്? ചെമ്മണ്ണിലാണ്. നിലക്കടല, ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പൊ നെല്ല്, റാഗി, പുകയില, ഉരുളക്കിഴങ്ങ്, നിലക്കടല എന്നിവ കൃഷി ചെയ്യുന്നു. ഫലഭൂയിഷ്ഠത കുറവാണ് ചെമ്മണ്ണിന്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം ചുവപ്പ് നിറത്തിന് കാരണമാണ്. കായാന്തരിത ശില അതുപോലെ തന്നെ പരൽ രൂപശില പൊടിഞ്ഞാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ചെങ്കൽ മണ്ണ്. ചെമ്മണ്ണല്ല, ചെങ്കലാണ്. ഈ ചെങ്കൽ മണ്ണിനെയാണ് നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഈ ലാറ്ററൈറ്റിന്റെ പ്രത്യേകത, ഈ ലാറ്ററൈറ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാ? കേരളത്തിൽ ധാരാളം കാണപ്പെടുന്നു ലാറ്ററൈറ്റ് സോയിൽ കേട്ടോ. അപ്പൊ ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേര് ലാറ്ററൈറ്റ് മണ്ണ് എന്നാണ്. ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ നമ്മൾ ലാറ്ററൈസേഷൻ എന്നാണ് വിളിക്കുന്നതും. ലാറ്ററൈസേഷൻ കേരളത്തിൽ ധാരാളം കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ് കേട്ടോ. ഇത് മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ മൺസൂൺ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയേണ്ടത്? ചെങ്കൽ മണ്ണാണ് നമ്മൾ പറയാ. ഇവിടെ ഇരുമ്പിന്റെ അംശം ഉണ്ട് കേട്ടോ. അപ്പൊ ഇരുമ്പിന്റെ അംശം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മണ്ണാണ് ചെങ്കൽ മണ്ണ്. നമ്മൾ പറഞ്ഞു കേരളത്തിലുണ്ട്, കൂടാതെ തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്ര. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കേരളത്തിൽ ധാരാളം ഉള്ളത് ചെങ്കൽ മണ്ണാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലും ചെങ്കൽ മണ്ണ് ധാരാളം കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ചെങ്കൽ മണ്ണിനെ കുറിച്ച് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ചെങ്കൽ മണ്ണിൽ എന്തൊക്കെയാ കൃഷി ചെയ്യാൻ പറ്റാന്നാ? തേയില കൃഷി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കാപ്പി കൃഷി ചെയ്യാൻ പറ്റും, റബ്ബർ കൃഷി ചെയ്യാൻ പറ്റും, കശുവണ്ടി, റബ്ബർ, കശുവണ്ടി, മരച്ചീനി, ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ളതല്ലേ? റബ്ബർ, കശുവണ്ടി, മരച്ചീനി, അങ്ങനെ
അങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാരാളം കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഏത് ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പർവ്വത മണ്ണിനെ കുറിച്ചാണ്. പർവ്വത മണ്ണ്. അപ്പൊ പർവ്വത മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പർവ്വത പ്രദേശങ്ങളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെ ഉണ്ടാവുക, വനപ്രദേശങ്ങളിൽ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. ഇവിടെ ജൈവാംശം കൂടുതലാണ്. ഈ മണ്ണിൽ എന്ത് കൂടുതലാണ്? ജൈവാംശം വളരെ കൂടുതലാണ്. പർവ്വത മണ്ണിൽ എന്ത് കൂടുതലാ? ജൈവാംശം കൂടുതലാണ്. ഇവിടെ നമ്മള് മലമ്പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യണം എന്നിട്ടാ തേയില കൃഷി ചെയ്യും, അതുപോലെ തന്നെ കാപ്പി കൃഷി ചെയ്യും, അല്ലെ? സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്യും, സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആപ്പിള്, ഇതൊക്കെ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പർവ്വത മണ്ണിലാണ് എന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ പർവ്വത മണ്ണ്. വനപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും കാണപ്പെടുന്ന ജൈവാംശം കൂടുതലാണ്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആപ്പിൾ അതൊക്കെ കൃഷി ചെയ്യാൻ നല്ലത് പർവ്വത മണ്ണാണ്. ഇനി അടുത്തത് മരുഭൂമി മണ്ണ് കേട്ടോ. മരുഭൂമി മണ്ണ്, അതായത് ഡെസേർട്ട് സോയിൽ അഥവാ മരുഭൂമി മണ്ണ്. അതായത് ജൈവാംശം വളരെ, മരുഭൂമി മണ്ണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ജൈവാംശം വളരെ കുറവാണ്. അപ്പൊ പർവ്വത മണ്ണിൽ ജൈവാംശം കൂടുതലാണ്, എന്നാൽ മരുഭൂമി മണ്ണിൽ ജൈവാംശം കുറവാണ്. അല്ലെങ്കിൽ എന്താണ്? ജലാംശവും കുറവാണ്. ജൈവാംശം മാത്രമല്ല എന്തും കുറവാണ്, ജലാംശവും കുറവാണ്, ജൈവാംശവും കുറവാണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചാൽ ചോളമൊക്കെ കൃഷി ചെയ്യാം. ചോളം, അതുപോലെ തന്നെ ജോവർ ഇല്ലേ, ജോവർ, അതുപോലെ തന്നെ ബജ്റ, അതൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. ചോളം, ജോവർ, ബജ്റ എന്നിവ എവിടെ കൃഷി ചെയ്യാം? മരുഭൂമി മണ്ണിൽ കൃഷി ചെയ്യാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ക്ഷാരഗുണമുള്ള മണ്ണ്. എന്താണ് ക്ഷാരഗുണമുള്ള മണ്ണ്? ക്ഷാരഗുണമുള്ള മണ്ണിന് വേറൊരു പേര് പറയും ലവണ മണ്ണ്, അല്ലെങ്കിൽ സോയിൽ, സലൈൻ സോയിൽ, സലൈൻ സോയിൽ എന്നൊക്കെ പറയും. ക്ഷാരഗുണമുള്ള മണ്ണ്, ലവണ മണ്ണ്, സലൈൻ സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൽ ധാരാളം എന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും ഉണ്ടാവും. അപ്പൊ സോഡിയം ക്ലോറൈഡ് അതാണ് ഓർത്തു വെക്കുന്നത്. സോഡിയം ക്ലോറൈഡ് കേട്ടോ, സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ സൾഫൈറ്റ്, ഇത് ധാരാളം കാണപ്പെടുന്നു. സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും, അല്ലാണ്ട് കൂടുതലായിട്ട് ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാറില്ല. സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും. ഇനി ഒരു മണ്ണും കൂടി നമുക്ക് പഠിക്കണം, പീറ്റ് മണ്ണ്. ഏതാണ് പീറ്റ് മണ്ണ്? പീറ്റ് മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ? പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. അതാണ് പ്രധാനം. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ്. ഒമിനി ബസ് ഗ്രൂപ്പ്, ഒമിനി ബസ് ഗ്രൂപ്പ്, ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ചെമ്മണ്ണിനെയാണ് കേട്ടോ. ഒമിനി ബസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റെഡ് സോയിൽ ഇല്ലേ, അഥവാ ചെമ്മണ്ണ്, അതിനെ വിളിക്കുന്നതാണ് ഒമിനി ബസ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ മണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമൊന്നുമില്ല, പക്ഷെ പലപ്പോഴും മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചില ചോദ്യങ്ങൾ നമ്മളെ പരീക്ഷകൾക്ക് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗങ്ങളും കൂടി നിങ്ങൾക്കൊന്ന്, നമ്മൾ ഒരു ഭാഗം വിട്ടു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗം കൂടി പറഞ്ഞെന്താ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ മണ്ണിനെ കുറിച്ച് പഠിക്കാൻ. എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ച് ക്ലിയർ ആയിട്ട് നോട്ട് എഴുതാണ്ടെങ്കിൽ നോട്ടൊക്കെ എഴുതി ഭംഗിയായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.